കേരളത്തിൽ CPM നയിക്കുന്ന LDFും കോൺഗ്രസ് നയിക്കുന്ന UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP അപ്രസക്തമാണ്. മനസ്സിലായില്ലേ? നമസ്കാരം. അവസാനം സതീശനും സമ്മതിക്കേണ്ടി വന്നു. പിണറായി വിജയനും LDFും പറഞ്ഞതാണ് ശരിയെന്ന്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് BJPയെ തകർക്കാനല്ല LDFിനെ തകർക്കാനാണെന്ന് സതീശൻ പറയാതെ പറഞ്ഞു. സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിൽ BJP അപ്രസക്തമാണെന്ന്. അപ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. സംഘികളെ തകർക്കാൻ പറ്റുന്ന സംഘപരിവാറിനെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് അത് രാഹുൽ ഗാന്ധിയാണെന്നാണല്ലോ ഈ സതീശൻ 24 മണിക്കൂറും ഉറക്കപ്പിച്ച പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സതീശൻ തന്നെ പറയുന്നു കേരളത്തിൽ BJP അപ്രസക്തമാണെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാണ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് കേരളത്തിൽ മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി ആരെ തകർക്കാൻ വേണ്ടിയാണ് വയനാടിൽ മത്സരിക്കുന്നത്? ഒരൊറ്റ ഉത്തരം, LDFിനെ തകർക്കാൻ. LDF തകരുമ്പോൾ ആർക്ക് അവിടെ അത് ഗുണം ചെയ്യും? BJPക്ക് ഗുണം ചെയ്യും. ഈ LDF തകരുമ്പോൾ അവിടെ മറ്റെന്തൊക്കെ സംഭവിക്കും? ഇന്ത്യ മുന്നണിയും തകർന്നടിയും. രാഹുൽ ഗാന്ധി ആരെയാണ് തകർക്കുന്നത്? ആനി രാജയെ. ആനി രാജ ആരാണ്? ഇന്ത്യ മുന്നണിയിലെ കരുത്തയായ വനിതാ നേതാവ്. ഒരു വനിതയെ തോൽപ്പിക്കാൻ, ഇന്ത്യ മുന്നണിയിലെ ഒരു വനിതയെ തോൽപ്പിക്കാൻ, ശ്രദ്ധിക്കണം, ആ വനിതയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്. സ്മൃതി ഇറാനി അമേഠിയിൽ വന്ന് മത്സരിക്കുന്ന വെല്ലുവിളിക്കുമ്പോഴും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അമേഠിയിലേക്ക് പോകുന്നില്ല? സംഘികളെ പേടിയാണ്, സംഘപരിവാരങ്ങളെ പേടിയാണ്. പേടിച്ച് ഭയന്ന് അമേഠിയിൽ നിന്ന് ഓടി വന്ന് വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ ഇതാണ് LDF പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ശരിയാണെന്ന് ഇപ്പോൾ സതീശനും ശരിവെച്ചിരിക്കുന്നു. സതീശന്റെ ഒരൊറ്റ വാക്ക് മതി അത് ശരിവെക്കാൻ. അതായത് കേരളത്തിൽ BJP അപ്രസക്തമാണ് എന്ന് പറയുമ്പോൾ LDF പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് അവിടെ ശരിവെക്കുകയാണ്. എന്നിട്ട് സംഘികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയനാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സതീശ, നഴ്സറി കുട്ടികളോട് പറഞ്ഞാൽ പോലും അവർ പോലും വിശ്വസിക്കില്ല. 2 ദേശീയ നേതാക്കളാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് KC വേണുഗോപാൽ. രണ്ടുപേരും മത്സരിക്കുന്നത് കരുത്തരായ 2 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ, LDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ. സിറ്റിംഗ് MP ആയിട്ടുള്ള AM ആരിഫിനെ തോൽപ്പിക്കാനാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നതെങ്കിൽ ആനി രാജയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. രാജ്യസഭ അംഗം കൂടിയായ KC വേണുഗോപാൽ ഇവിടെ വന്ന് ഇങ്ങനെ മത്സരിക്കുമ്പോൾ അവർ രാജ്യസഭയിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള വേറെ രീതിയിലുള്ള ഒരു തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ പോലും തെറ്റ് പറയാൻ പറ്റില്ലെന്ന്. രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നതിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയും ശക്തി സ്രോതസ്സും അതിന്റെ നേതാവുമാണ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ പറ്റും. അതുവഴി BJPയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശ്രമം നടത്തുന്നത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിന് പുറത്തുപോയി, അല്ലെങ്കിൽ അമേഠിയിൽ പോയി, ഗുജറാത്തിൽ പോയി, വാരണാസിയിൽ പോയി ഒന്നും മത്സരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് നല്ല ഭയമാണ്. കേരളത്തിന് പുറത്തെ കോൺഗ്രസിന്റെ അവസ്ഥ നന്നായി തന്നെ രാഹുൽ ഗാന്ധിക്ക് അറിയാം. ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുകിപ്പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതുവരെ 16ഓളം മുൻ മുഖ്യമന്ത്രിമാർ പോയി, 200ഓളം MLA മാർ പോയി, MP മാർ പോയി. പണ്ട് ഞങ്ങളുടെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞ് പാടി നടന്ന അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിമാരടക്കം പല നേതാക്കളും BJPയിലേക്ക് പോയി. അവിടെ BJP അരുണാചൽ പ്രദേശ് പിടിച്ചടക്കി. മണിപ്പൂരിലും ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി, അസമിൽ ഇത് തന്നെയല്ലേ സ്ഥിതി, നാഗാലാൻഡിൽ ഇത് തന്നെയല്ലേ സ്ഥിതി. അങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലായിടത്തും അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ പിന്നെ വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് സതീശന്റെ ഈ രാഹുൽ ഊത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സതീശൻ എന്തായാലും BJP അപ്രസക്തമാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ഏറിക്കേറ്റതിൽ വലിയ സന്തോഷമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ സത്യം പറയുന്നുണ്ടല്ലോ, അറിയാതെ നാവിൽ നിന്ന് ചാടുന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്നിട്ട് സ്വന്തം പാർട്ടിയുടെ കൊടി പോലും ഉയർത്താനായിട്ടുള്ള ധൈര്യം ഉണ്ടായോ? രാഹുൽ ഗാന്ധി ഒരു റോഡ് ഷോ വയനാടിൽ നടത്തി. കോൺഗ്രസിന്റെ ഒരു കൊടി എവിടെയെങ്കിലും പൊങ്ങിക്കണ്ടോ? കണ്ടില്ലെന്നേ. കാരണം മുസ്ലിം ലീഗ് കൊടി പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് BJP ട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പ്രചാരണത്തെ തകർക്കാൻ പറ്റില്ല എന്ന് നല്ല പേടിയുള്ളത് കൊണ്ട് 2 പേരും കൊടി പോക്കറ്റിലിട്ടുകൊണ്ട് പ്രചാരണം നടത്തി. ഇങ്ങനെ പേടിത്തൂറനായ ഒരാളാണ് സംഘപരിവാറിനെതിരെ അതിശക്തമായി പോരാടുമെന്ന് സതീശൻ പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മാസപ്പടി ആരോപണവും കരുവന്നൂർ ബാങ്ക് കൊള്ളയും അടക്കമുള്ള നിരവധി ആരോപണങ്ങളുടെ ഭീതിയിലാണ്, പേടിയിലാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട അഴിമതി കേസുകൾ
കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഭീതിയിലാണ് BJPയെ സന്തോഷിപ്പിക്കാനുള്ള പ്രസ്താവനകളുമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. BJP സംസാരിക്കുന്ന അതേ വാചകങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. LDF ഉയർത്തുന്ന പല ചോദ്യങ്ങളും വളരെ പ്രസക്തമാണല്ലോ എന്ന് UDF-നോട് വോട്ടർമാർ ചോദിക്കുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്താണ് സതീശൻ പറയുന്നത്? മുഖ്യമന്ത്രിയും മോദിയും തമ്മിൽ നല്ല കൂട്ടുകാരാണ്, BJPയുമായി LDF നല്ല ബന്ധത്തിലാണ്. കണ്ടില്ലേ മാസപ്പടി വിവാദം, കരിവന്നൂർ വിഷയം, ഇതിലൊന്നും ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM-നെയോ ഒന്നും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശത്രു ഒരുപക്ഷെ ഈ പിണറായി വിജയനാകും. പിണറായി വിജയനെയാണ് നരേന്ദ്രമോദി ഏറ്റവും അധികം ഭയക്കുന്നത്. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും കർഷക ബില്ലിലാണെങ്കിലും ഒക്കെ അതിശക്തമായ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മോദി സർക്കാരിനെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഒരേ ഒരു സർക്കാർ, അത് പിണറായി വിജയൻ സർക്കാരാണ്. അങ്ങനെ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മോദിയുമായി വലിയ ചങ്ങാത്തത്തിലാണോ, ഒക്കെ ചങ്ങായിമാരാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സതീശ, നുണ പറയുന്നതിനുമൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഇവിടെ വന്ന് വലിയ രീതിയിൽ ഇമാതിരി ഗിമ്മിക്ക് നമ്പറൊക്കെ അടിച്ച് നടക്കുന്നത്. ഞങ്ങളതിൽ പൈസയില്ല, ഞങ്ങളതിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ അടുത്ത് ഒരു രീതിയിലുള്ള കള്ളം വേറെ. രണ്ടോ, നിങ്ങൾക്ക് എന്തിനാണ് നിലപാടുള്ളത്? ഒന്നിലും നിലപാടില്ല. ജനങ്ങളോട് എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഒന്നും പറയാനില്ലെന്നേ. ചുമ്മാ കിടന്നിട്ട് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നിന്നിരുന്ന് അടിക്കുകയാണ് കുറെ പച്ചക്കള്ളങ്ങൾ. ഇന്ന് നമ്മുടെ അച്ചൂമ്മനെ കൂടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ, കനകോലു. അച്ചൂമ്മൻ എന്നിട്ട് എന്താണ് പറയുന്നത്? അച്ചൂമ്മൻ നിന്നിരുന്ന് അടിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപയാണ് BJP കൈപ്പറ്റിയത്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ്. എൻ്റെ പൊന്ന് അച്ചൂമ്മ, കോടിക്കണക്കിന് രൂപ നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, നിങ്ങളും BJP മേടിച്ചിട്ടുണ്ടെന്നേ. നിങ്ങൾ നല്ല ഒക്കെ ചെങ്ങായിമാരാണ്. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടാ, മേടിച്ചേക്കണ BJP മാത്രമാണെന്ന്. നിങ്ങൾ രണ്ടുപേരും മേടിച്ചിട്ടുണ്ട്. മേടിക്കാത്ത ഒരേ ഒരു പ്രസ്ഥാനം CPIM ആണ്. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? അതായത് പൗരത്വ ഭേദഗതി നിയമം അടക്കം ഇങ്ങനെ പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ കേരളം കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന്. ഇങ്ങോട്ട് വാ എന്ന് BJP വിളിച്ചാൽ അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു നമ്മുടെ സംസ്ഥാനമെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിൽ കേരളത്തെ ഏൽപ്പിച്ചത് എത്ര നന്നായി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥികൾ ഇക്കുറി ജയിച്ച് ലോക്സഭയിലേക്ക് പോകട്ടെ എന്ന് തന്നെ ജനങ്ങൾ വിധിയെഴുതും. ആ വിധിയെഴുത്താണ് പലയിടങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേടി മൂത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്ക് നമ്പറുമായി കോൺഗ്രസിലെ പല നേതാക്കളും ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.